ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേ ഇൻ മൈ ലൈഫ് എന്ന ടോപ്പിക്കിൻ്റെ 2025 പ്രാധാന്യത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു സ്ഥിരം കണ്ടൻറ്റാണ് ഡേ ഇൻ മൈ ലൈഫ്. നോക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒരുപാട് വ്യൂസും ഉണ്ട്. ചെറിയ ചെറിയ ചാനലുകളിലും വലിയ ചാനലുകളിലൊക്കെ ഒരേപോലെ നമ്മൾ ഈ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2025 ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവും, നമ്മൾ എന്തിനാ മറ്റുള്ളവരുടെ ഡേ ഇൻ മൈ ലൈഫൊക്കെ കാണുന്നത്, ആ കണ്ടന്റ് വേണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അതിൽ പ്രത്യേകിച്ച് അവർക്ക് ക്യാച്ച് ചെയ്യാൻ, ഒരു വ്യൂവേഴ്സിനെ ക്യാച്ച് ചെയ്യാൻ മാത്രമുള്ള പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും കണ്ടന്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ മറ്റുള്ളവർക്ക് ഇൻസ്പയർ ആവുന്ന എന്തെങ്കിലും ഒരു ജീവിതശൈലികളോ അല്ലെങ്കിൽ അവർക്ക് ഇൻഫോർമേറ്റീവ് ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ വെറുതെ ചിലരുടെ വേ ഓഫ് ടോക്കിംഗ് കൊണ്ട് തന്നെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടാവും. അങ്ങനെയുള്ളവരുടെ വീഡിയോസാണ് മിക്കതും. അങ്ങനെയുള്ള ഒരു ചാനലാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു ചാനലാണ് തനി മലയാളി. അവരുടെ ഒരു സംസാരം തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഹാർഡ് വർക്കിംഗ്, ഭയങ്കര ഡെഡിക്കേഷനൊക്കെ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അവരെ കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പോൾ അവർ തരുന്നൊരു മോട്ടിവേഷനും അവർ തരുന്ന ഒരു മെസ്സേജും അത് തന്നെയാണ്. അവരുടെ ലൈഫിൽ അവർ ചെയ്യുന്നൊരു ഹാർഡ് വർക്കും ആ ഒരു ഡെഡിക്കേഷനും അത് മൂലം അവർക്ക് വരുന്ന സക്സസ്സാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന പ്രേക്ഷകനും ഡേ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്ന ഇത്തരം വീഡിയോസിന് 2025 വളരെയധികം പ്രാധാന്യമുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.